ഹായ്, അപ്പം നമ്മളെല്ലാവരും കൂടി ഇന്ന് പോകുന്നത് നമ്മളെ തളിപ്പറമ്പിലെ പ്രധാനപ്പെട്ട ഉത്സവമായ തൃച്ചംബർ അമ്പലത്തിലേക്കാണ്. ആടെ ഇപ്പോൾ ഉത്സവം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. നമ്മളിപ്പാണ് എല്ലാവരും കൂടി ഉത്സവത്തിന് പോകുന്നത്. ഇവിടുത്തെ അമ്പലത്തിൽ ആനയും അമ്പാരിയും ഒന്നും ഇല്ലെങ്കിലും തൃച്ചംബരത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ തന്നെ ഒരു ലഹരിയാണ്. ഇവിടുത്തെ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കൃഷ്ണൻ കംസനെ കൊന്നിട്ടുള്ള രൗദ്രഭാവത്തിൽ നിൽക്കുന്ന രൂപത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരിസരത്ത് ആനേനെ അടുപ്പിക്കില്ല. വീട് തെളിഞ്ഞു മരം പൂക്കുമെങ്കിലും കായ് ഉണ്ടാവില്ല എന്നാണ് പറയൽ. എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടെങ്കിലും സംഗതി സത്യമാണ്. ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് വെച്ചാൽ തടമ്പ് നൃത്തമാണ്. മഴൂരുള്ള ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ജ്യേഷ്ഠനായ ബലരാമൻ അനിയനായ കൃഷ്ണനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരും. പൂക്കോത്ത് നടയിൽ വെച്ചിട്ടാണ് ആ രണ്ട് സഹോദരന്മാരും കൂടി തിടമ്പേറ്റ് നൃത്തം ചെയ്യുക. അത് കാണാൻ തന്നെ ഒരു രസമാണ്. നമ്മൾ പുലർച്ചയ്ക്ക് പോകും, 3 മണിയെല്ലാം ആകുമ്പോഴാണ് തുടങ്ങുക. അത് കാണാനായിട്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ പല സ്ഥലത്തു നിന്നും ആൾ വരാനുണ്ട്. ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. നമ്മൾ കൂടിപ്പിരിയില്ലെന്ന് ഇതിന് പറയാം. അതെന്ന് വെച്ചാൽ എല്ലാവർക്കും കുറച്ചൊരു സങ്കടം ഉണ്ടാക്കുന്നൊരു ചടങ്ങാണ്. 11 ദിവസം രണ്ടാളും കൂടി ഒന്ന് ചാടി തിമിർത്ത ശേഷം ഏട്ടനും അനിയനും കൂടി രണ്ടാളും വേർപിരിയുന്ന സമയം അത്. ഇവർ രണ്ടാളും കൂടി ഓടിക്കളിക്കുന്ന സമയത്ത് കൃഷ്ണന് വേണ്ടിയിട്ട് പാലും കൊണ്ട് പാലമൃതം വരും. പാലമൃതൻ തൃച്ചംബര അമ്പലത്തിലേക്ക് പോകുന്ന സമയം കൃഷ്ണൻ പാലമൃതൻ്റെ കൂടെ അമ്പലത്തിലേക്ക് ഓടിപ്പോകും. അപ്പോൾ ഒരുമിച്ച് കളിച്ചുകൊണ്ട് നിൽക്കുന്ന ഏട്ടനെ മറന്ന് കൃഷ്ണൻ പാലമൃതൻ്റെ കൂടെ ഓടിപ്പോകുമ്പോൾ ബലരാമന് ഭയങ്കരമായിട്ട് സങ്കടം വരും. അങ്ങനെ തിരിച്ച് കൃഷ്ണൻ തൃച്ചംബരത്തേക്കും പോകും, മഴൂരേക്കും തിരിച്ചു പോകും. അത് നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഇതെല്ലാം നമ്മളെ തൃച്ചംബരത്തെ ഉത്സവം. നമ്മളങ്ങനെ അമ്പലത്തിലെത്തി അവിടെ എല്ലാ കൊല്ലവും മുടങ്ങാണ്ട് അയ്യപ്പ സേവാ സമിതിൻ്റെ വക ചായ ഉണ്ടാവുന്നുണ്ട്. അതെല്ലാം കുടിച്ച് നമ്മൾ അമ്പലത്തിലേക്ക് പോയിന്. വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സമയത്താണ് നമ്മളെ കൂടെ ചെറുപ്പം തൊട്ടേ ഒന്നിച്ച് പഠിച്ച ഫ്രണ്ട്സിനെയും നമ്മളെ നാട്ടുകാരെ എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം. അതുകൊണ്ട് നമ്മൾ പരമാവധി ഉത്സവത്തിന് പോകാറുണ്ട്. ഇവിടെ കൃഷ്ണനെ കൂടാണ്ട് നേരെ മുന്നിൽ തന്നെ ദുർഗാ ഭഗവതിൻ്റെ ഒരു അമ്പലം കൂടിയുണ്ട്. അത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അമ്പലമാണ്. നല്ല രസമാണ് കേട്ടോ അമ്പലം കാണാൻ വേണ്ടി. ചുറ്റും നിറയെ മീനുണ്ട് വെള്ളത്തിൽ. അതുകൂടാണ്ട് തൊട്ടപ്പുറത്ത് അയ്യപ്പൻ്റെ ഒരു അമ്പലം കൂടിയുണ്ട്. ഇപ്രാവശ്യം ഒരുപാട് ലൈറ്റേഴ്സ് എല്ലാവരും കൂടി അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അമ്പലം കാണാൻ തന്നെ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ തൃച്ചംബരത്തെ ഉത്സവം. തളിപ്പറമ്പുകാരെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേക അഭിമാനമാണ്. നിങ്ങൾ ആരെങ്കിലും ഇത് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഉത്സവം കാണാൻ വേണ്ടി പോകുന്ന വീഡിയോ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.